നമസ്കാരം. നിങ്ങൾ ഭാര്യയുടെ വാക്ക് കേട്ട് അപ്പനോടും അമ്മോടും ബന്ധുക്കളോടും പിണങ്ങി കഴിയുന്നവരാണോ? ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം ഭാര്യയുടെ പേരിലാക്കി കൊടുത്ത് ഒരു മനുഷ്യൻ നാട്ടിൽ വരികയും അയാൾക്ക് പിന്നീടുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അയാൾ അനാഥമായി മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ, ഏറ്റവും കുറഞ്ഞൊരു 25 ആൾക്കാരിൽ മേൽ എന്നെ വിളിച്ച് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചു. ഇവരൊക്കെ വിളിച്ചത് പല സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞാലും ഇവർക്കൊക്കെ പറയാനുണ്ടായ അവരുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു വീഡിയോ ചെയ്യണം, ഈ ഒരു വിഷയം ഇന്ന് സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണ്, ഉറപ്പായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് പറയാനുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു പക്ഷേ നാളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിച്ച് കഴിയുമ്പം മിക്ക ഭാര്യമാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റപ്പെട്ട് ജീവിക്കണം, നിങ്ങളുടെ കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നും വേണ്ട, അവളുടെ കുടുംബവുമായിട്ട് വലിയ ബന്ധമൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബം മതിയെന്ന് പറഞ്ഞ് പലരും പറയും. ഇത് ഒരുപാട് പുരുഷന്മാരൊക്കെ ഇത് അംഗീകരിക്കും. അപ്പം സ്വന്തം അപ്പനെ അമ്മയെ അകറ്റി നിർത്തും, സഹോദരങ്ങളെ അകറ്റി നിർത്തും, അല്ല അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കായി പോവും, വസ്തുവൊക്കെ മേടിച്ച് വേറൊരു സ്ഥലത്ത് പോയി സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് കഴിയാൻ ശ്രമിക്കും. പലപ്പോഴും ഈ പ്രവാസിയായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, ഭാര്യ നാട്ടിലായിരിക്കും, ഈ മേടിക്കുന്ന വസ്തുവും അല്ല വീടും എല്ലാം കാര്യങ്ങളൊക്കെ ഈ ഭാര്യയുടെ പേരിലായിരിക്കും. കാരണം ഭാര്യയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പോൾ അങ്ങനെ ആ ഭാര്യയുടെ പേരിൽ മേടിക്കും, വസ്തുവും കാര്യങ്ങളൊക്കെ മേടിക്കും. ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് ഇവർ നാട്ടിലെത്തി കഴിയുമ്പോൾ ഇയാൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകരണം ചിലപ്പോൾ വീട്ടിലുണ്ടാവണമെന്നില്ല സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ നിന്ന്. പലപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നം പറഞ്ഞാൽ, അയാൾക്കൊരു ഷെഡ്യൂളും ഭാര്യയ്ക്കും മക്കൾക്കും വേറൊരു ഷെഡ്യൂളും ആയിരിക്കും. അവസാനം വീട്ടിൽ ചെറിയ ചെറിയ ഈശാപോശകളൊക്കെ ഉണ്ടാവും, ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. ഇതിൻ്റെ ഇടയിൽ ആദ്യം പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് ഭാര്യ ചിലപ്പോൾ അങ്ങ് ലോഹിതലാവും. അവർ വരവും പോക്ക് കാണും, അപ്പനും അമ്മയായിട്ടൊക്കെ ബന്ധം കാണും, പല കാര്യങ്ങൾക്കൊക്കെ അവർ ഇടപെടാൻ ശ്രമിക്കും. അങ്ങനെ എന്താ പറയുക, അവരങ്ങ് ഓക്കെ ആവും. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാരോട്ടൊക്കെ എതിർപ്പുമായിരിക്കും. ആദ്യമൊക്കെ ക്ഷമിക്കുന്ന ഭർത്താവ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും, ചിലപ്പോൾ എതിർത്ത് തിരിച്ച് പറഞ്ഞിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ കഴിയുക, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. മക്കൾ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ലായിരിക്കും. എന്നോട് ഒരു വ്യക്തി പറഞ്ഞു, ഭാര്യ പറഞ്ഞെന്ന് പറഞ്ഞു, മകളെയും കൊണ്ട് പോസ്കോ കേസ് കൊടുപ്പിക്കുമെന്ന്. മകളും പറഞ്ഞു, ഞാൻ കൊടുപ്പിക്കും, അപ്പനെ പിടിച്ച് ജയിലിലിടുമെന്ന്. സാറേ ഞാൻ പേടിച്ചാണ് കഴിയുന്നത് എന്നോട് പറഞ്ഞു. ഇയാളെ ഇവരെ ചിലപ്പം പുറത്തിറക്കി വിട്ടെന്നിരിക്കും, ഈ പറഞ്ഞ ഭർത്താവിനെ പുറത്തിറക്കി വിട്ടെന്നിരിക്കും. ഒരു പക്ഷേ പ്രവാസ ജീവിതം കഴിഞ്ഞ് വരുന്ന മനുഷ്യൻ്റെ കയ്യിലെടുക്കാനായിട്ട് ഒരു 60,000 രൂപ, ഒരു 50,000 രൂപ പോലും ചിലപ്പം കാണത്തില്ല. ഇത്രയും നാളും ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയ പൈസ എല്ലാം തന്നെ ഭാര്യയ്ക്കും മക്കൾക്ക് അയച്ചു കൊടുത്ത് കാണും. അല്ലെങ്കിൽ മേടിക്കുന്ന പ്രോപ്പർട്ടി മറ്റു കാര്യങ്ങളൊക്കെ ഭാര്യയുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പം പുറത്തേക്ക് തള്ളപ്പെട്ടു പോകുന്ന വ്യക്തിക്ക് വരുന്ന ഒരു പ്രശ്നം എവിടെയാണെന്നറിയാം, സ്വന്തം അപ്പൻ്റെ അമ്മ അടുത്ത് പോകാൻ ചിലപ്പോൾ പറ്റത്തില്ല. മനസാക്ഷി അംഗീകരിക്കത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ സ്വീകരിക്കും, പക്ഷേ മനസാക്ഷി അംഗീകരിക്കത്തില്ല. കാരണം ഇയാൾ നല്ല സമയത്ത് അവരെ തെറി വിളിച്ചും അല്ലെങ്കിൽ അവരെ കരുതാതെയും അവർക്ക് പൈസ കൊടുക്കാതെയും ഒക്കെ നിന്നായിരിക്കും. തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ ഒരുപാടപ്പെട്ടവനൊക്കെ മനസാക്ഷി അംഗീകരിക്കത്തില്ല. സഹോദരങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ബന്ധമെല്ലാം തകർന്നിരിക്കുകയാണ്. ബന്ധുക്കളുമായിട്ട് യാതൊരു സഹകരണം കാണത്തില്ല, അവരുമായിട്ടും ബന്ധം തകർന്നിരിക്കുകയാണ്. ഇയാൾ ഒറ്റപ്പെട്ട് അനാഥമായി ചിലപ്പം വല്ല കടത്തിണ്ണയുടെ ഇതിനകത്തൊക്കെ അഭയം പ്രാപിക്കും. ഒരു വയ്യാഴിക വന്ന് കിടന്ന് പോകുമ്പോൾ ചിലപ്പം ആരെങ്കിലുമൊക്കെ ഇൻഫോം ചെയ്ത് ഈ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ മറ്റ് ഈ സഹായിക്കുന്ന വൃദ്ധസനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് നല്ല മനുഷ്യൻ്റെയൊക്കെ സഹകരണത്തിൽ അവർ ചിലപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ കിടന്ന അസുഖമൊക്കെ വന്ന് മൂർച്ഛിച്ച് ചിലപ്പോൾ മരിച്ചു പോയാൽ തന്നെ ഈ ഭാര്യയോ ഈ ബന്ധുക്കളോ ചിലപ്പം സുഹൃത്തുക്കളോ അല്ല ആരും തന്നെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല. ഒരു അനാഥ പ്രേതത്തെ പോലെ ചിലപ്പം പൊതു ശ്മശാനത്തോ അല്ലെ മറ്റെവിടെയെങ്കിലോ അടക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഞാൻ വെറുതെ പറയുന്ന സംഭവമല്ല, കേരളത്തിൽ വ്യക്തമായിട്ട് നടന്ന 1-2 സംഭവങ്ങളാണ്. ഈ പല ആൾക്കാരും ഇന്നിപ്പം പല വീടുകളിലും വളരെയധികം വീർപ്പ് മുട്ടി കഴിയുകയാണ്. ആണുങ്ങൾ, ഈ പെണ്ണുങ്ങളെ ഞാൻ എല്ലാവരെയും കുറ്റം പറയല്ല. ഭർത്താവിനെ നല്ലതായിട്ട് നോക്കുന്നതും ഭർത്താവിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഇത്തരം മനോഭാവമുള്ള ആൾക്കാരുമുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു മിഷനായിട്ട് മാറും. അവർ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. ഈ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് തെറ്റെന്ന് വെച്ചാൽ, ഈ ഭാര്യമാർ ആദ്യം പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, ബന്ധുക്കളുമായിട്ട് നമുക്ക് സ്വന്തം ബന്ധമൊന്നും വേണ്ട, നമ്മളുടെ ലൈഫ് നമ്മൾക്ക് മതി, നമ്മൾ മതി, നമ്മളുടെ ലൈഫെന്ന് പറയും.
അത് കേട്ടിട്ട് സ്വന്തം വീട്ടുകാരോട് അങ്ങ് വഴക്കാവും. ഒരുപാട് എല്ലാവരും സ്വന്തം വീട്ടുകാരോട്ടെല്ലാം വഴക്കാവും. അവർ ഒറ്റപ്പെട്ട് കഴിയാൻ ശ്രമിക്കും. പിന്നെ അങ്ങേർക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ വീട്ടുകാരും വരത്തില്ല. ഭാര്യയ്ക്ക് എവിടെയും വിജയമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അപ്പനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നത് തെറ്റാണ്. നിങ്ങളുണ്ടാക്കുന്ന പൈസ ഭാര്യയ്ക്കും മക്കൾക്കും തന്നെ കൊടുക്കണം ഉറപ്പായിട്ടും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടൊരു പിടിവള്ളി വേണം. ഇത് വീണ്ടും റിപ്പീറ്റായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാം, അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ ഇത് തന്നെയാണ്. ഇതേ രീതി തന്നെ പോകുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഭർത്താവിൻ്റെയൊക്കെ കൊടുക്കുകയും അവർ ദൂർത്തടിച്ച് കളയുകയും അവരുടെ ഒന്നും ഇല്ലാതെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, ആരധ്വാനിച്ചാലും ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ട് കുറച്ച് കാശ് കൈ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. താങ്ക് യു.